ജാത്യാധിക്ഷേപ കേസിൽ വിചാരണ നേരിടാൻ CPM ഏരിയ സെക്രട്ടറിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കുറ്റപത്രം എഴുതിത്തള്ളണമെന്നാവശ്യപ്പെട്ട് തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി CM കുസുമൻ നൽകിയ ഹർജിയിലാണ് കോടതി വിധി. കുസുമൻ പ്രിൻസിപ്പാളായിരുന്ന കീഴൂർ ദേവസ്വം ബോർഡ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറെ ജാതീയമായി അധിക്ഷേപിച്ച കേസിലാണ് നടപടി. 2022 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രിൻസിപ്പളായിരുന്ന CM കുസുമൻ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് അസിസ്റ്റന്റ് പ്രൊഫസറായ പരാതിക്കാരനെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നതാണ് പരാതി. പരാതിക്കാരന്റെ മാതാപിതാക്കളെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരാമർശങ്ങൾ. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ CM കുസുമൻ കോടതിയെ സമീപിച്ചിരുന്നു. ഇത് തള്ളിയതോടെയാണ് അന്വേഷണം പൂർത്തിയാക്കിയ വൈക്കം DYSP കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രം തള്ളണമെന്നാവശ്യപ്പെട്ടാണ് പുതുതായി വീണ്ടും കോടതിയെ സമീപിച്ചത്. ഇതോടെ രണ്ടാം തവണയും CPM ഏരിയ സെക്രട്ടറിയായ പ്രതിക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരികയായിരുന്നു. ഭരണഘടനയിൽ തന്നെ സംരക്ഷണം നൽകുന്ന വ്യവസ്ഥകളും അതുകൂടാതെ നിയമങ്ങളും ഉണ്ടെങ്കിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കാനായിട്ടില്ലെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് VG അരുൺ നിരീക്ഷിച്ചു. അതേസമയം ജാത്യധിക്ഷേപ കേസിൽ പ്രതിയായിരുന്നിട്ടും കഴിഞ്ഞ തവണ കുസുമനെ തന്നെ ഏരിയ സെക്രട്ടറിയായി തീരുമാനിക്കുകയായിരുന്നു. വിചാരണ നേരിടേണ്ട സാഹചര്യത്തിൽ CPM പ്രതിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. G. ശ്രീജിത്ത്, News 18 കോട്ടയം.